സൗജന്യ ഓഫറുകളുമായി ഇന്ത്യൻ ടെലികോം മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയ റിലയൻസ് ജിയോയിലേക്ക് ഉപഭോക്താക്കൾ മാറിയതോടെ മറ്റു മൊബൈൽ ഫോൺ സേവനദാതാക്കളെല്ലാം കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഉറപ്പായതോടെയാണ് വോഡഫോൺ ലയനത്തിനൊരുങ്ങാൻ തീരുമാനിച്ചത്. ഐഡിയയുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വോഡഫോൺ അറിയിച്ചു. ഓഹരി പങ്കാളിത്തം, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഇരു കമ്പനികളും തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഐഡിയ പുതിയ ഓഹരികൾ വോഡഫോണിന് നൽകിയായിരിക്കും ലയനം നടപ്പാക്കുക. നിലവിൽ 24% വിപണി വിഹിതത്തോടെ എയർടെൽ ആണ് രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ കമ്പനി. 19% വിപണി വിഹിതമുള്ള വോഡഫോണും 17% വിപണി വിഹിതമുള്ള ഐഡിയയും ലയിക്കുന്നതോടെ പുതിയ കൂട്ടുകെട്ടായിരിക്കും രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ സേവനദാതാക്കൾ. വിപണിയുടെ 43% വരുമാനവും 40% വരിക്കാരും ഇവർക്ക് സ്വന്തമാകും. നിലവിൽ ജിയോയ്ക്ക് 7.2 കോടി വരിക്കാരാണുള്ളത്. അതേസമയം സ്പെക്ട്രം വിതരണം സംബന്ധിച്ച നിയമങ്ങൾ കാരണം ലയന നടപടികൾ എളുപ്പമാകില്ല. ലയനശേഷമുള്ള കമ്പനിക്ക് ഒരു സർക്കിളിൽ 50%-ലേറെ വിപണി വീതം ഉണ്ടാകാൻ പാടില്ലെന്ന നിബന്ധന നിലവിലുണ്ട്. ലയനം പൂർത്തിയാകാൻ ഏതാണ്ട് 1 വർഷത്തോളം സമയമെടുക്കും. 1.74 ലക്ഷം കോടി രൂപ മൂല്യം വരുന്നതാണ് ഇന്ത്യൻ ടെലികോം വിപണി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.